Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alapura. 2024 NEET examination base ചെയ്തിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്കറിയാം, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള AFMC ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കഴിഞ്ഞു. ഇനി വരുന്ന എയിംസ്, ജിപ്മർ, ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ, ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളുടെ 15% സീറ്റ്, ഡീംഡ് മെഡിക്കൽ കോളേജിൻ്റെ 100% സീറ്റ്, ഇത്രയും സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ട്. നമുക്കറിയാം, സെക്കൻഡ് റൗണ്ട് ഇന്ന് 20th മുതൽ കുട്ടികൾക്ക് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഓരോ കുട്ടികളുടെയും പ്രൊഫൈൽ പേജിൽ നിന്നും സെക്കൻഡ് റൗണ്ടിൽ നാം ഏതൊക്കെ കോഴ്സ്, ഏത് കോളേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് സെപ്റ്റംബർ 27. ഈ സമയത്ത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അഡ്മിഷൻ നേടണം. കോളേജുകളിൽ പോയി, നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ച കേരളത്തിലെ കോളേജുകളോ കോഴ്സുകളോ ആയിക്കോട്ടെ, അതർ സ്റ്റേറ്റിൽ അഡ്മിഷൻ ലഭിച്ചതാവട്ടെ, ഞാൻ കേരളത്തിൽ എനിക്കൊരു ചാൻസ് ഇല്ല എങ്കിൽ എനിക്ക് തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും MBBS സീറ്റ് ആവട്ടെ, BDS സീറ്റ് ആവട്ടെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീംഡ് ക്യാമ്പസിൻ്റെ സീറ്റുകളാവട്ടെ, ഒരു സീറ്റ് എനിക്ക് പഠിക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഓപ്ഷൻ കൊടുത്ത് അത് എൻട്രൻസ് കമ്മീഷൻ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഇതിനോടൊപ്പം ESI മെഡിക്കൽ കോളേജുകളുടെ സീറ്റും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഏത് സീറ്റും ആവട്ടെ, സെക്കൻഡ് റൗണ്ടിൽ ഒരു കോഴ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ അഡ്മിഷൻ നേടേണ്ട ലാസ്റ്റ് ഡേറ്റ് 27 ആണ്. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് സെക്കൻഡ് റൗണ്ടിൽ എനിക്കൊരു കോഴ്സ് ലഭിച്ചിട്ടില്ല, എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ, അത് കേരളത്തിൻ്റെയോ അതർ സ്റ്റേറ്റിൻ്റെയോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ നമുക്ക് പങ്കെടുക്കാം. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ ഒരു സീറ്റ് ലഭിച്ചിട്ടില്ല, നാം എന്ത് ചെയ്യണം? ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ തേർഡ് റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാം, ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ അടച്ച ഫീസ് വെച്ച് തന്നെ, രജിസ്ട്രേഷൻ ഫീസ് വെച്ച് തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ തേർഡ് റൗണ്ടിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓപ്ഷൻസ് എല്ലാം പുതിയതായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കോഴ്സ് ലഭിച്ചിട്ടില്ല എന്നുള്ളതല്ല, കോഴ്സ് ലഭിച്ചിട്ടുണ്ട്, അത് ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചു, അതിനുശേഷം മികച്ച ഒരു ക്യാമ്പസിലേക്ക്, നമുക്ക് കുറച്ചുകൂടെ ഒരു ഹയർ ഓപ്ഷൻ നമ്മൾ ആഗ്രഹിച്ച് സെക്കൻഡ് റൗണ്ടിൽ മികച്ചൊരു ക്യാമ്പസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്തൊരു കോഴ്സ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ട്, നാം എന്ത് ചെയ്യണം? നിർബന്ധമായും കോളേജിൽ ജോയിൻ ചെയ്യണം. ഇവിടെ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുന്ന പ്രശ്നം എന്താണ്? പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. നമുക്ക് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുമോ? തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം, നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. സെക്കൻഡ് റൗണ്ടിൽ ഒരു കോഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാമ്പസ് ലഭിച്ചാൽ, അഡ്മിഷൻ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന് പറയുന്നത്. ഈ സെയിം ടൈമിൽ തന്നെ നമുക്കറിയാം, സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെയും അതുപോലെ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ഒക്കെ സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് പാരലായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം നിർബന്ധമായി അഡ്മിഷൻ എടുക്കുക. ഇനി അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ, എനിക്ക് സ്റ്റേറ്റ് വഴി ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഓൾ ഇന്ത്യയുടെ അഡ്മിഷൻ ഞാൻ എടുക്കുന്നില്ല, അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കാം, നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ഇനി ഇതുവരെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ പങ്കെടുക്കാതിരുന്നവർക്കും മൂന്നാമത്തെ റൗണ്ടിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് പങ്കെടുക്കാം. ഇവിടെ ഒരു കോഴ്സ് ലഭിക്കാതിരുന്നവർക്കും തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇവിടെ ഒരു കോഴ്സ് ലഭിച്ചു, ഞാൻ ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നില്ലാത്തവർ ഇനി അതർ സ്റ്റേറ്റിലേക്ക്, നമ്മുടെ കേരളത്തിലേക്കോ അതർ സ്റ്റേറ്റിലേക്കോ ആണ് ഒരു സീറ്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൻ്റെ സെക്കൻഡ് റൗണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 20 ആയി. നമുക്കറിയാം, സെക്കൻഡ് റൗണ്ടിൻ്റെ, കേരളത്തിൻ്റെ സെക്കൻഡ് റൗണ്ടിങ്ങിൻ്റെ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 24 വരെയാണ്. 24-ാം തീയതിക്ക് മുമ്പായിട്ട് കേരള സ്റ്റേറ്റിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ചോയ്സ് ഫില്ല് ചെയ്യണം. ഇനി ഈ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കേരളയുടെ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു കോഴ്സ് ലഭിച്ചിട്ടുണ്ട്,
അത് കുറച്ചുകൂടെ മികച്ചതാക്കാൻ, കുറച്ചുകൂടെ ബെസ്റ്റ് ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനാണ് ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുന്നത് എന്നുള്ള വിദ്യാർത്ഥികൾ, കേരളത്തിൻ്റെ ഒരു സിസ്റ്റം നമുക്കറിയാം. ഫസ്റ്റ് റൗണ്ടിൽ മാത്രമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഉള്ളത്. സെക്കൻഡ് റൗണ്ടിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ, നമ്മൾ ചെയ്ത ചോയ്സുകൾ റീഅറേഞ്ച് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യാൻ മാത്രമാണ് കേരള സ്റ്റേറ്റിൽ ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക്, ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടില്ല, ഏതൊരു വിദ്യാർത്ഥിക്കും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി ഫസ്റ്റ് റൗണ്ടിൽ ഒരു കോഴ്സ് ലഭിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ മുന്നോട്ട് പോകാൻ, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ ഒരു അഡ്മിഷൻ നേടാൻ, ഇനി സെക്കൻഡ് റൗണ്ടിലൂടെ ഒരു അഡ്മിഷൻ നേടിയെടുക്കാൻ ഇവിടെ കേരളത്തിൽ നിന്നും ക്വിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 23 ആണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ല് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 24 ആണ്. അതിന് തൊട്ട് മുമ്പ് 23 വരെയാണ് നമുക്കൊരു കോഴ്സിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ. ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ച ഒരു കോഴ്സ് എനിക്ക് ആവശ്യമില്ല, ഞാൻ ഓൾ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യുകയാണ് എന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് TC മേടിക്കാനുള്ള അവസരം സെപ്റ്റംബർ 23 വരെ വേണം. അപ്പോൾ ഈ സെപ്റ്റംബർ 23 മുമ്പായിട്ട് TC മേടിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ ഒരു കോളേജ് ലഭിച്ചു, പക്ഷേ ഞാൻ ജോയിൻ ചെയ്യേണ്ടത് 27 മുമ്പാണ്. പക്ഷേ 24 25 തീരുമാനിക്കുകയാണ് ഞാൻ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ലഭിച്ച ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ TC ലഭിക്കത്തില്ല. ആ TC ലഭിക്കാതിരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ മുന്നോട്ടുള്ള കൗൺസിലിങ്ങിലൊക്കെ പങ്കെടുക്കാം. ഇവിടെ സ്റ്റേറ്റിൻ്റെ 23 മുമ്പായിട്ട് നമ്മൾ TC മേടിച്ചാൽ എന്താ സംഭവിക്കുക? 23 മുമ്പായി സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ച ഒരു കോളേജ് നമ്മൾ ജോയിൻ ചെയ്തു, ഫീസ് അടച്ചു, ഞാൻ 23 മുമ്പായിട്ട് TC വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് TC കിട്ടത്തില്ല. ഇനി TC മേടിച്ചാൽ എന്താണ് പ്രശ്നം വരിക? TC വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഇനി ഇതുവരെ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കോ, ഒരു അഡ്മിഷൻ കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കോ ഹയർ ഓപ്ഷന് കൺസിഡർ ചെയ്യണമെങ്കിൽ 24 മുമ്പായി നമ്മുടെ പ്രൊഫൈൽ പേജിലൂടെ നമ്മുടെ ചോയ്സ് ഫില്ലിങ് ചെയ്യുന്ന ഓപ്ഷൻസ് കൃത്യമായി, ഇവിടെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എൻട്രൻസ് കമ്മീഷൻ എപ്പോഴും 1, 2, 3 എന്നുള്ള ഓർഡറിൽ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ മാർക്ക് എത്രയും ആവട്ടെ, നമുക്ക് എയിംസിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ, ജിപ്മറിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ട്, ഇതൊന്നും നാം ചിന്തിക്കേണ്ട കാര്യമില്ല. നാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകൾ 1 എന്നുള്ള രീതിയിൽ, 1, 2, 3 എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഓപ്ഷൻ കൊടുക്കുക. കേരളത്തിൽ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സീറ്റുകളും, അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 100% സീറ്റും, അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ NRI സീറ്റും എല്ലാം ഈ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും മോപ്പപ്പിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക. കേരള സ്റ്റേറ്റിൻ്റെ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 24 ആണ്. ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, നമ്മൾ 24 വരെ ചോയ്സ് ഫില്ല് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 25 അങ്ങനെ 25 ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ആ സേവ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ചേഞ്ചസ് ഒന്നും വേണ്ട എങ്കിൽ 24 കഴിഞ്ഞാൽ പിന്നെ നാം ഒന്നും ചെയ്യേണ്ട. ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം 25 ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ചേഞ്ചസ് കൊടുക്കാം. അങ്ങനെ ചേഞ്ചസ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 27 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം ഓൾ ഇന്ത്യയുടെ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 27 മുമ്പായി ഓൾ ഇന്ത്യ വഴി ജോയിൻ ചെയ്തിരിക്കണം. കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതോ 27 അപ്പോൾ ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്കൊരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേരള വഴി അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോവാം. ആ കൃത്യമായ ഡേറ്റുകൾ നാം ഓർത്തിരിക്കുക. കൃത്യമായ ഡോക്യുമെൻസുമായി നമുക്ക് അർഹതപ്പെട്ട സമയങ്ങളിൽ കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യുക. കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 27 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? ഒക്ടോബർ 5 മുമ്പായി കോളേജുകളിൽ മസ്റ്റായി ജോയിൻ ചെയ്തിരിക്കണം.
നമുക്ക് കിട്ടിയ BDSൻ്റെയോ MBBSൻ്റെയോ ഗവൺമെൻറ് സീറ്റോ പ്രൈവറ്റ് സീറ്റോ അത് ഏത് റിസർവേഷൻ അനുസരിച്ചുള്ള സീറ്റോ ആവട്ടെ, NRI സീറ്റ് ആവട്ടെ, ഏത് സീറ്റ് ആവട്ടെ, നാം നിർബന്ധമായും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമുക്കൊരു കോഴ്സ് നാം ചോദിച്ച് എൻട്രൻസ് കമ്മീഷണർ തന്നിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 5 മുമ്പായി നാം ജോയിൻ ചെയ്യണം. കേരളയുടെ ഒക്ടോബർ 5 സെക്കൻഡ് റൗണ്ടിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ടൈമിൽ തന്നെ ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ട് എന്ന് പറയുന്നത് ഒക്ടോബർ 3 മുതൽ 11th വരെയാണ്. ആ 3rd മുതൽ 11th വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ സാധിക്കുക? ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു കോളേജ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തും ഇതുവരെ ഒന്നിലും പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ടിൽ പങ്കെടുക്കാം. കേരളത്തിൽ ഒരു സെക്കൻഡ് റൗണ്ടിൽ ഒരു അഡ്മിഷൻ നാം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പിന്നീട് ഇതിനേക്കാൾ നല്ലൊരു ഗവൺമെൻറ് സീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വഴി ഒരു കോളേജ് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറെ ഏത് ക്യാമ്പസിൽ എവിടെ ഒരു ഓപ്ഷൻ വന്നാലും നമുക്ക് പിന്നീട് മൂവ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ ഇനിയുള്ള സമയം സെക്കൻഡ് റൗണ്ട് കഴിയുന്ന സമയം മുതൽ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി, ഒരു രക്ഷിതാവ് MBBSൻ്റെയോ BDSൻ്റെയോ ഡീംഡ് ക്യാമ്പസോ ഗവൺമെൻറ് സെക്ടറിലെ ക്യാമ്പസുകളോ എയിംസോ ജിപ്മറിൻ്റെ ക്യാമ്പസുകളോ അതുപോലെ NRI സീറ്റുകളോ ഏതുമായിക്കോട്ടെ, ഒരു സീറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇനിയും എനിക്ക് ചേഞ്ച് ഇല്ല എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി വേണം ജോയിൻ ചെയ്യാൻ. കേരളയുടെ ആണെങ്കിൽ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ 9th മുതൽ 18th വരെയാണ് 3rd റൗണ്ട് നടക്കുക. അപ്പോൾ ആ 3rd റൗണ്ടിൽ ആർക്കാ പങ്കെടുക്കാൻ പറ്റുക? ഓൾ ഇന്ത്യ വഴി ഒരു അഡ്മിഷൻ എടുത്തവർക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. കേരളയുടെ സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ എടുത്തവർക്കോ കേരളയുടെ സെക്കൻഡ് റൗണ്ടിൽ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്നവർക്കോ പങ്കെടുക്കാം. കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തിട്ടേ ഇല്ല, ഓപ്ഷൻ രജിസ്ട്രേഷനിലേ പങ്കെടുത്തിട്ടില്ല, രജിസ്ട്രേഷനേ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് കേരളയുടെ 3rd റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മുന്നോട്ട് മൂവ് ചെയ്യുക മാത്രമാണ് കേരള സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുക. ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഓരോ അലോട്ട്മെൻറ്റിലും നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ കേരളയിലും ഓൾ ഇന്ത്യയിലും സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റുകൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് 27th മുമ്പായിട്ട് കോളേജുകളിൽ ജോയിൻ ചെയ്യുക. കേരളയുടെ സെക്കൻഡ് റൗണ്ട് 27th റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഒക്ടോബർ 5 മുമ്പായിട്ട് നാം ജോയിൻ ചെയ്യുക. ഈ രണ്ട് സമയവും ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സ് ലഭിക്കുവാൻ കേരളയുടെയോ ഓൾ ഇന്ത്യയുടെയോ MBBSൻ്റെയോ BDSൻ്റെയോ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് ലഭിച്ചതിനേക്കാൾ മികച്ചൊരു ക്യാമ്പസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മികച്ച ക്യാമ്പസുകളുടെ ഓർഡറുകൾ കൃത്യമായി പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വേണം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അതർ സ്റ്റേറ്റായ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതർ സ്റ്റേറ്റുകളുടെയും ഒക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകളുടെ ഡേറ്റുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നാം ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഓരോ ഡേറ്റിലും വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓപ്ഷൻ ഫില്ല് ചെയ്യുന്ന സമയത്തോ കോളേജുകളിൽ ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇനി കേരളയിൽ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു, ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റൗണ്ടിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു. എന്താണ് ചെയ്യേണ്ടത്? സെക്കൻഡ് റൗണ്ടിലേക്ക് ഒരു അഡ്മിഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടിയാൽ, ഹയർ ഓപ്ഷനിലൂടെ കിട്ടിയാൽ, മുമ്പ് ജോയിൻ ചെയ്ത ക്യാമ്പസിൽ നിന്നും എല്ലാ ഡോക്യുമെൻറ്റ്സുകളും ഫീസും റീകളക്ട് ചെയ്ത് നമുക്ക് പുതിയതായിട്ട് ലഭിച്ച കോളേജുകളിൽ നമുക്ക് റെമിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും, എനിക്ക് കേരളയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് ഞാൻ എൻട്രൻസ് കമ്മീഷണർക്ക് ഒരു ഫീസ് അടച്ചായിരുന്നു, ബാക്കി ഫീസാണ് ഞാൻ കോളേജിൽ അടച്ചത്. അപ്പോൾ ചേഞ്ച് വരുമ്പോൾ ഈ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ച ഫീസ് എനിക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ജനുവരിക്ക് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ. കോളേജുകളിൽ അടച്ച ഫീസ് മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കോളേജുകളിൽ ജോയിൻ ചെയ്ത ഡോക്യുമെൻറ്റ്സുകൾ മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അവിടെ അടച്ച ഫീസോ, അവിടെ അടച്ച ട്യൂഷൻ ഫീസോ, അവിടെ അടച്ച ഹോസ്റ്റൽ ഫീസോ, നമ്മൾ എക്സ്ട്രാ ഫീസായിട്ടൊക്കെ കോളേജുകളിൽ അടച്ചിരിക്കുന്ന ഫീസുകളാണ് നമുക്കിപ്പോൾ തിരിച്ചു വാങ്ങിയിട്ട് പുതിയൊരു ക്യാമ്പസിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നാം ജോയിനിങ് ചെയ്യേണ്ടത്.
ഇതേപോലെ കൃത്യമായ ടൈമിങ്ങുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മിസ്റ്റേക്കുകൾ വരാതെ ഈ സമയത്തൊക്കെ ധാരാളം വിദ്യാർത്ഥികളും പേരൻസും വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. സാർ, എനിക്ക് NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡീംഡ് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ഞാൻ ഏജൻറ്റ് പറഞ്ഞിട്ട് കോളേജിൽ ഇത്ര ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കുക, നമുക്ക് ഇന്ത്യയിലെ ഗവൺമെൻറ് സീറ്റുകളാവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളാവട്ടെ, ഡീംഡ് ക്യാമ്പസുകളാവട്ടെ, NRI സീറ്റുകളാവട്ടെ, ഒരു സീറ്റ് പോലും ഒരു ഏജൻറ്റിനും ഒരു കോളേജിനും ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. മുഴുവൻ സീറ്റുകളും എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാപ്പിൽ പെടാതിരിക്കാനും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ചില ഏജന്റുകൾ അല്ലെങ്കിൽ ചില കോളേജുകൾ ചെയ്യുന്നത്, അവരുടെ കയ്യിൽ നിന്നും ഡൊണേഷൻ ഫീസ് വാങ്ങും പേരൻസിൻ്റെ കയ്യിൽ നിന്ന്. ഞങ്ങൾ ഡീംഡ് ഇൻഡെക്സ് സീറ്റ് തരാം, അല്ലെങ്കിൽ NRI സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വലിയൊരു എമൗണ്ട് ക്യാമ്പസിൽ വാങ്ങിവെക്കും. കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ ക്യാഷ് വാങ്ങുമ്പോൾ പേരൻസിന് ഒരു തൃപ്തി ഉണ്ടാവും. നമ്മൾ വേറെ ആരും വെട്ടിക്കുന്നില്ലല്ലോ എന്നൊരു ഒരു തൃപ്തിയോടുകൂടിയായിരിക്കും ആ ക്യാഷ് കോളേജ് കൊടുക്കുക. എന്നിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത് എൻട്രൻസ് കമ്മീഷണർ ഒരു സീറ്റ് അനുവദിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പൈസ തന്നതുകൊണ്ടാണ് ഈ സീറ്റ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് കോളേജിലേക്ക് പോകും. ഇങ്ങനെ പലരും ട്രാപ്പിൽ പെടുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പലരും ഈ രീതിയിൽ വിളിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പേരൻസും മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഒരു ക്യാമ്പസുകളിലും ഒരു മെഡിക്കൽ കോളേജുകളിലും ഒരു സീറ്റും ഫില്ല് ചെയ്യാൻ എൻട്രൻസ് കമ്മീഷണർക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ല. ഒരു ഏജന്റിനും ആ സീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കോളേജിനും നേരിട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും സ്ട്രേ വേക്കൻസിയിലും, അതുപോലെ കേരളയുടെ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും സ്ട്രേ വേക്കൻസിയിലും, ഇനി ഇത് രണ്ടും കൂടാതെ അതർ സ്റ്റേറ്റുകളുടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകളിലേക്കും BSc നഴ്സിങ്ങിനും ഏതുമാവട്ടെ നമുക്കൊരു കോഴ്സ് ആഗ്രഹിക്കുന്നെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് വാങ്ങിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മാർക്ക് ഒരൽപ്പം കുറഞ്ഞുപോയി, നമ്മൾ ഈ ഉയർന്ന ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടല്ല ഒരു സീറ്റ് വാങ്ങേണ്ടത്. അതിനു പകരം 2025 എക്സാമിനേഷന് ഇനി അധികം നാളുകളില്ല. ഒരു പേഴ്സണൽ അറ്റൻഷനോടെ പഠിച്ചാൽ നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിലോടുകൂടി ജോയിൻ ചെയ്ത് 2025 എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും നല്ലൊരു വിജയം നേടാനുള്ള റിപ്പീറ്റർ ബാച്ചിലേക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളെ നല്ല പേഴ്സണൽ അറ്റൻഷനോടെ പഠിപ്പിച്ച് ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഇതിനോടൊപ്പം 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആൽഫയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഏറ്റവും നല്ല മികച്ച ഒരു ക്യാമ്പസാണ്. അക്കാഡമിക് ബ്ലോക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളും ടീച്ചേഴ്സും ഒന്നിച്ച് താമസിച്ച് പഠിപ്പിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ്. ഈ ക്യാമ്പസിൻ്റെ പാർട്ടായി +1 +2 ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ തന്നെ എൻട്രൻസിൽ ഏറ്റവും നല്ല വിജയം നേടാനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പഠിക്കുന്ന സമയത്താവട്ടെ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലാവട്ടെ, എൻട്രൻസ് എക്സാമിനേഷൻ്റെ ടൈം ആവട്ടെ, ഏത് സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.